ഹായ് മക്കളെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ആ ടീച്ചർ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻസ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മുടെ മുന്നേ ഒരു ക്ലാസ്സിൽ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? മലയാളത്തിലെ ആദ്യ പാഠഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നോക്കി നമ്മളൊക്കെ പഠിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും കൂട്ടുകാർ പഠിക്കാത്തതായിട്ടുണ്ടെങ്കിൽ, വീഡിയോ കാണാത്തതായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വീഡിയോസ് കാണാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് കൂട്ടുകാരുടെ ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് മക്കൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ ആദ്യത്തെ 1-2 പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ടീച്ചർ ഇന്ന് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ മക്കൾ എല്ലാവരും എന്ത് ചെയ്യാം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പുസ്തകങ്ങളൊക്കെ മാറി ഇപ്പൊ പുതിയ പുസ്തകങ്ങളാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങളൊക്കെയാണ് ടീച്ചർ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, എങ്കിൽ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ് പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടി എന്ത് ചെയ്യുക, വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഗണിതത്തിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ രീതിയിലാണ് മക്കൾക്ക് ചോദ്യങ്ങൾ വരുന്നത് എന്നതൊക്കെ ടീച്ചർ കൃത്യമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ മക്കളെ, എല്ലാവർക്കും ബോർഡിൽ ടീച്ചർ വരച്ചത് കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് നമുക്കൊക്കെ ചോദ്യം ഇങ്ങനെയാണ് വരിക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് തരും? ഇതേ രീതിയിൽ ഒരു ചിത്രം തരും. ഇതുപോലെ അല്ലാട്ടോ, നല്ല ഭംഗിയിലുള്ള എന്ത് ചെയ്യും, ഒരു ചിത്രം തരും. എന്നിട്ട് ആ ചിത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും മക്കൾക്ക് ചോദിക്കുക. നോക്കിക്കും മക്കളെ, ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞു തരാം. അതായത് നമ്മുടെ ആദ്യത്തെ പാഠഭാഗത്ത് നമ്മൾ അടുത്തുള്ളത് ഏതാണെന്ന് കണ്ടെത്താനും, അകലെയുള്ളത് ഏതാണെന്ന് കണ്ടെത്താനും, പുറത്തുള്ളത് ഏതാന്ന് കണ്ടെത്താനും, അകത്തുള്ളത് ഏതാന്ന് കണ്ടെത്താനും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? മുകളിലുള്ളത്, താഴെയുള്ളത്, വലുതേത്, ചെറുതേത് എന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ. നോക്കിക്കുക മക്കളെ, മക്കൾക്ക് ഇതേ കണക്ക് ഒരു ചിത്രം തന്നിട്ട് നിങ്ങളടുത്ത് ചോദിക്കുന്നതായിരിക്കും. അപ്പൊ ടീച്ചർ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാണ്. ഇവിടെ ഒരു ചിത്രം ഉണ്ട് അല്ലെ. ചിത്രത്തിൽ എന്ത് മക്കൾക്ക് കാണുന്നുണ്ട്? ഒരു വലിയ മരം ഉണ്ട്, പിന്നെ കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്, ഒരു കുളമുണ്ട്, കുളത്തിൽ മീനുണ്ട്, താമരയുണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്ത് മരമാണിത്? ഒരു മാവാണ് അല്ലെ. മാവിൽ നിറയെ മാങ്ങയുണ്ട്, അതിന്റെ മുകളിൽ ഒരു പക്ഷി ഇരിക്കുന്നുണ്ട്, കുറച്ച് പക്ഷികളൊക്കെ അതിലെ പാറി പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചിത്രമാണ് കേട്ടോ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾക്ക് ചോദിക്കുക ഇങ്ങനെയാണ്: ചിത്രത്തില് മരത്തിന്റെ അടുത്തുള്ള കുട്ടിയെ കണ്ടെത്തിയിട്ട് വട്ടം വരയ്ക്കാൻ. അതെന്താണ് പറഞ്ഞത്? ചിത്രത്തില് മരത്തിന്റെ അടുത്തുള്ള കുട്ടിയെ കണ്ടെത്തിയിട്ട് വട്ടത്തിനുള്ളിലാക്കാൻ. അപ്പൊ നോക്കിക്കേ, കുട്ടി എന്ന് പറയുന്ന സമയത്ത് 2 കുട്ടികൾ ഉണ്ട് അല്ലെ ഇവിടെ. അപ്പൊ നമുക്കൊരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിത്രത്തിലുള്ള കുട്ടികളെ വട്ടത്തിലാക്കാനാണോ പറഞ്ഞത്? അല്ല അല്ലെ, മരത്തിനടുത്തുള്ള കുട്ടിയെ വട്ടത്തിനടുത്താക്കാനാണ് പറഞ്ഞത് അല്ലെ. നോക്കിക്കേ മക്കളെ, ഇവിടെ 2 കുട്ടികളുണ്ട്. ഇതിൽ ആരാണ് അടുത്തുള്ളത്? ദാ ഈ കുഞ്ഞാണ് എന്തുള്ളത്? മരത്തിന് അടുത്തുള്ള കുട്ടി കേട്ടോ. അപ്പൊ ദാ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വട്ടത്തിന് അകത്താക്കേണ്ടത്. ഇനിയിപ്പോ നേരെ തിരിച്ച് നമ്മുടെ ചോദിക്കാണ്: മരത്തിൽ നിന്ന് അകലെയുള്ള കുട്ടിയെ വട്ടത്തിലാക്കൂ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ചുറ്റും വട്ടം വരയ്ക്കൂ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ആർക്ക് വട്ടം വരയ്ക്കണം? ദാ ഈ ഒരു പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിന് വേണം നമ്മൾ വട്ടം വരച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ ഒരു ചോദ്യം മനസ്സിലായല്ലോ മക്കളെ? ഓക്കെ, പിന്നെ മക്കളെടുത്ത് പറയും മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന പക്ഷിക്ക് നിറം നൽകാനായിട്ട്. മക്കൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് 2 പക്ഷികളുണ്ട് അല്ലെ. ഇവിടെ മരത്തിന്റെ മുകളിലും ഒരു പക്ഷി ഇരിക്കുന്നുണ്ട്, ഇവിടെ താഴെയും എന്തുണ്ട്? ഒരു പക്ഷി ഇരിക്കുന്നുണ്ട് അല്ലെ, ഒരു കിളി ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞത്? മരത്തിന് മുകളിൽ ഇരിക്കുന്ന കിളിക്ക്, മരത്തിന് മുകളിൽ ഇരിക്കുന്ന പക്ഷിക്ക് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, അപ്പൊ നമ്മൾ ഈ ഒരു കിളിക്ക് നിറം നൽകിയാൽ നമുക്ക് മാർക്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല അല്ലെ. മരത്തിന്റെ മുകളിലുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഏത് കിളിക്ക് വേണം നിറം നൽകാനായിട്ട്? ദാ ഈ മരത്തിന്റെ കൊമ്പിൽ ഇരിക്കുന്ന കിളിക്ക് വേണം നിറം നൽകാനായിട്ട് അല്ലെ. ഇനിയിപ്പോ നമ്മളെടുത്ത് മരത്തിന് താഴെ ഇരിക്കുന്ന കിളിക്കാണ് നിറം നൽകാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഏതിന് നിറം നൽകണം? ദാ ഈ ഇരിക്കുന്ന കിളിക്ക് വേണം നിറം നൽകാനായിട്ട്. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? മരത്തിന് അടുത്തുള്ള കുട്ടി, അകലെയുള്ള കുട്ടി. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? മരത്തിന്റെ മുകളിലുള്ള പക്ഷി, മരത്തിന് താഴെയുള്ള പക്ഷി. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പൊ നിറം നൽകാനും വട്ടത്തിനകത്താക്കാനും ഒക്കെ പറയൂ കേട്ടോ. ഇനി പിന്നെ മക്കളെടുത്ത് പറയുന്നത് ഈ ഒരു ചിത്രത്തിന് മാവിന്റെ മുകളിലുള്ള, അതായത് മാവിലിരിക്കുന്ന പഴങ്ങളുടെ എണ്ണം എഴുതാൻ. അതായത് മാങ്ങയുടെ എണ്ണം എത്രയാണെന്ന് എഴുതാൻ. നോക്കിക്കേ മക്കളെ, ചിത്രത്തില് നമുക്കറിയാം മുകളില്, മാവിന്റെ മുകളിലായിട്ട് എത്ര മാങ്ങയുണ്ട്? 1, 2, 3 മാങ്ങ ഇരിപ്പുണ്ട് അല്ലെ. പക്ഷെ താഴെ നോക്കിക്കേ, 2 മാമ്പഴം താഴെ വീണിരിക്കുന്നുമുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞത്? മാവിലുള്ള
മാമ്പഴത്തിന് എന്ത് ചെയ്യാനാണ്, അവയുടെ എണ്ണം എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇത് രണ്ടും എഴുതേണ്ട കാര്യമുണ്ടോ? മുഴുവനായിട്ട് 5 മാമ്പഴം ഉണ്ട് എന്ന് എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലെ. മാവിലാകെ 1, 2, 3 മാമ്പഴം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തെന്ന് എഴുതിയാൽ മതി? 3 എന്ന് എഴുതിയാൽ മതി. ഇനി ചിലപ്പോൾ മക്കളെടുത്ത് പറയുന്നത് മാവിലുള്ള മാമ്പഴത്തിന് നിറം നൽകാനായിട്ട് പറയും. അങ്ങനെയെങ്കിൽ അവയ്ക്ക് മാത്രം നിറം നൽകാൻ. ചിലപ്പം പറയും എന്താണ്, ചിത്രത്തിൽ തന്നിട്ടുള്ള ആകെ മാമ്പഴം എത്രയാണെന്ന് ചോദിക്കും. കൂട്ടുകാർക്ക് എണ്ണാൻ അറിയാലോ, നമ്മൾ എണ്ണാനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാം കൂടി ചേർത്ത് എണ്ണി നോക്കുക. അപ്പം ഇതേ രീതിയിലൊക്കെ ആയിരിക്കും മക്കൾക്ക് ഒരു ചിത്രം തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചോദിക്കാം കേട്ടോ. ഇനിയിപ്പോ നമുക്കിവിടെ ചിത്രത്തിൽ കുളം തന്നിട്ടുണ്ട് അല്ലെ, കുളത്തിൽ മീനുണ്ട്, പൂവുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എത്ര മീനുണ്ടെന്നോ അല്ലെങ്കിൽ ആ പൂവിന് നിറം നൽകാനോ പൂവിനെ കണ്ടെത്തിയിട്ട് വട്ടത്തിലാക്കാനോ അങ്ങനെയൊക്കെ നമ്മളടുത്ത് പറയൂ കേട്ടോ. എന്തായാലും ഇതേ രീതിയിലുള്ള ഒരു ചോദ്യം മക്കൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ മക്കൾ എന്ത് പഠിക്കണം? അടുത്തെന്ന് പറയുമ്പോൾ എവിടെയാണ്, അകലെ എന്ന് പറയുമ്പോൾ ഏതാണ്, അകത്തെന്ന് പറയുമ്പോൾ എന്താണ്, പുറത്തെന്ന് പറയുമ്പോൾ എന്താണ്, മുകളിൽ എന്ന് പറയുമ്പോൾ എന്താണ്, താഴെ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ. പിന്നെ മക്കൾക്ക് ഗണിതത്തിൽ നിന്ന് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഉറുമ്പൻ കുഞ്ഞന്മാർ എന്ത് ചെയ്യാണ്, വരിവരിയായിട്ട് ഒരു കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഓരോരുത്തർക്കും ഓരോരോ നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെ. ആദ്യത്തെ കുഞ്ഞനുറുമ്പിന്റെ നമ്പർ എത്രയാണ്? 1 ആണ്. പിന്നെ ഈ ഒരു കുഞ്ഞനുറുമ്പിന്റെ നമ്പർ എത്രയാണ്? 3 ആണ് അല്ലെ. ഈ ഒരു കുഞ്ഞനുറുമ്പിന്റെ നമ്പർ എത്രയാണ്? 5 ആണ്. പക്ഷെ നോക്കിക്കേ, അതിനിടയിൽ പെട്ടിട്ടുള്ള 2 കുഞ്ഞന്മാർക്ക് നമ്പർ ഇട്ടിട്ടുണ്ടോ? നമ്പർ ഇട്ടിട്ടില്ല അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? ആ നമ്പർ ഇടാത്ത കുഞ്ഞനുറുമ്പുകൾക്ക് നമ്പർ ഇട്ട് കൊടുക്കണം. നമുക്കറിയാലേ, നമ്മൾ എണ്ണാനും എഴുതാനും ഒക്കെ 10 വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ആദ്യത്തെ പാഠഭാഗങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നോക്കിക്കേ, ആദ്യം പോകുന്ന ആളുടെ നമ്പർ എത്രയാണ്? 1 എന്നാണ് അല്ലേ. എങ്കിൽ രണ്ടാമത് പോകുന്ന ആളുടെ നമ്പർ എത്രയായിരിക്കും? മക്കൾക്ക് അറിയാലോ, നമ്മൾ പഠിച്ചതാണല്ലേ. എത്രയാണ്? 2 ആയിരിക്കും അല്ലേ. മൂന്നാമത് പോകുന്ന ആള്, അടുത്തത് പോകുന്ന ആളുടെ നമ്പർ എത്രയാണ്? 3 ആണ്. അതിന് പുറകിൽ പോകുന്ന ആളുടെ നമ്പർ എത്രയായിരിക്കും? മൂന്നാമത്തതിന്റെ പുറകിൽ പോകുന്ന ആളുടെ നമ്പർ എത്രയായിരിക്കും? 3 കഴിഞ്ഞിട്ടുള്ള സംഖ്യ ഏതാണ്? 4 ആണ് അല്ലേ. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ ആളുടെ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ. അപ്പൊ മക്കൾക്ക് ഇനി എഴുതാലോ, ഓരോ കുഞ്ഞിനുറുമ്പിന് നമ്പർ ഇട്ട് കൊടുക്കാലോ. ഇവിടെ 1 ഉണ്ട്. അടുത്ത ആളുടെ നമ്പർ എത്രയായിരിക്കും? 2. ഇത് 3 ആണ്. അത് എത്രയായിരിക്കും? 4 ആണ് അല്ലേ. ഏറ്റവും അവസാനമുള്ള ആളുടെ ഏതാണ്? 5 ആണ്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് 10 വരെ എന്ത് തരാം, ഇതേ രീതിയിൽ ചിത്രങ്ങൾ തരാം കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ, 10 വരെ കൃത്യമായിട്ട് മക്കള് എഴുതി പഠിക്കുക കേട്ടോ. 1 മുതൽ 10 വരെ കൃത്യമായിട്ട് മക്കള് എഴുതി പഠിക്കുക. എന്നാൽ ഇതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇവരുടെ ചിത്രം തരണം എന്നില്ല. വെറും സംഖ്യകളായിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാം, തരാം. ഇതായത് ഇങ്ങനെ തരും. 1, അടുത്ത സംഖ്യ വിട്ടിട്ട് 3, അടുത്ത സംഖ്യ വിട്ട് 5 എഴുതി, അടുത്ത സംഖ്യ വിട്ടു, ഇവിടെ 7 എഴുതി. ഇതേ രീതിയിൽ 10 വരെ പോകും. അപ്പൊ മക്കൾക്ക് ഇവിടെ ഫില്ല് ചെയ്യാൻ അറിയാലോ. 2 വരും, ഇവിടെ 4 വരും, 5 കഴിഞ്ഞിട്ട് 6 വരും, പിന്നെ 7 വരും, 8 വരും. അതേ രീതിയിൽ തുടർന്ന് പോകും അല്ലെ. ഓക്കെ. അപ്പൊ മക്കൾ എന്ത് ചെയ്താൽ മതി? 1 മുതൽ 10 വരെ എഴുതാനായിട്ട് പഠിക്കുക കേട്ടോ. എങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ വരുന്ന പ്രവർത്തനം കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മക്കൾ എന്ത് ചെയ്യുക, നമുക്കിപ്പോ ഇങ്ങനെ തന്നു, ഒരു 5 കോളം തന്നു. 1, 2, 3, 4, 5. എന്നിട്ട് ഇവിടെ ആദ്യം 5 തന്നു, ഇവിടെ നമുക്ക് 3 തന്നു, ഇവിടെ നമുക്ക് 1 തന്നു. ഇപ്പൊ നോക്കിക്കേ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ? നമ്മൾ നേരത്തെ 1, 2, 3, 4, 5 എന്നുള്ള ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്തു, എഴുതി വന്നു അല്ലെ. ഇവിടെ നോക്കിക്കേ മക്കളെ, നേരെ തിരിച്ചാണ് വന്നിട്ടുള്ളത് അല്ലെ. ആദ്യം ഏതാണ് വന്നിട്ടുള്ളത്? 5 വന്നു. പിന്നെ ഏതോ ഒരു സംഖ്യ നമുക്ക് അറിയില്ല അല്ലെ. പിന്നെ ഏത് വന്നു? 3 വന്നു. അതിനുശേഷമുള്ള സംഖ്യ നമുക്ക് അറിയില്ല. ഏറ്റവും അവസാനം ഏത് വന്നു? 1 വന്നു അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള എന്തോ കാര്യമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള സംഖ്യകൾ തന്നെയേ അവിടെയുള്ളൂ. മക്കൾ നോക്കിക്കേ, ഇവിടെ എന്തുണ്ട്? 1 ഉണ്ട്. 1 കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതി നോക്കാം? 2 എഴുതി നോക്കാം. ഇവിടെ 3 ഉണ്ട്. അപ്പൊ ഇവിടെ ഏതായിരിക്കും മക്കളെ? 4 ആയിരിക്കും വരിക അല്ലെ. അതായത് നമ്മൾ പഠിച്ചത് നേരെ തിരിച്ചു വെച്ചു എന്നേ ഉള്ളൂ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, 1 മുതൽ 10 വരെ എഴുതാനും 10 മുതൽ പുറകോട്ട് എഴുതാനൊക്കെ മക്കൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക കേട്ടോ. എങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നാല് മക്കൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ മക്കളെ. പിന്നെ നിങ്ങൾക്ക് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് വരുന്ന മറ്റൊരു ചോദ്യം, ഇവിടെ നോക്കിക്കേ, ഇതേ രീതിയിൽ നമുക്ക് കുറച്ച് കൂട്ടങ്ങളായിട്ട് ചില ചിത്രങ്ങളൊക്കെ തരും. എന്നിട്ട് ഓരോ കൂട്ടത്തിലും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് എണ്ണി എഴുതാനും, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എണ്ണമുള്ള കൂട്ടം ഏതാന്ന് കണ്ടെത്താനും, ഏറ്റവും കുറവ് എണ്ണമുള്ള കൂട്ടം ഏതാന്ന് കണ്ടെത്താനും, പിന്നെ ഈ എണ്ണത്തിനനുസരിച്ച് അവയെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കുക
എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരും കേട്ടോ നമുക്ക്. അപ്പൊ നോക്കിക്കേ മക്കളെ, ഇവിടെ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബോളുകളുടെ കൂട്ടം തന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് ചോക്ലേറ്റുകളുടെ കൂട്ടം അല്ലെ, കുറച്ച് മിഠായികളുടെ കൂട്ടം തന്നിട്ടുണ്ട്, പിന്നെ അവസാനമായിട്ട് കുറച്ച് പൂക്കളുടെ കൂട്ടവും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ മക്കളടുത്ത് പറയും ഇങ്ങനെയാണ്, ഓരോ കൂട്ടത്തിലും ഉള്ളവയുടെ എണ്ണം കണ്ടെത്തിയിട്ട് എണ്ണി വാങ്ങിയിട്ട് തന്നിട്ടുള്ള കോളത്തിൽ എഴുതാനായിട്ട് പറയും. അപ്പൊ നമുക്ക് എണ്ണി നോക്കാം. ഈ ബോളുകളുടെ കൂട്ടത്തിൽ എത്ര എണ്ണം ഉണ്ട്, മിഠായികളുടെ കൂട്ടത്തിൽ എത്ര എണ്ണം ഉണ്ട്, അതുപോലെ തന്നെ പൂക്കളുടെ കൂട്ടത്തിൽ എത്ര എണ്ണം ഉണ്ട്, അതായിരിക്കും മക്കൾക്ക് ആദ്യത്തിലുള്ള ചോദ്യം കേട്ടോ. അപ്പൊ നമുക്ക് എണ്ണി നോക്കാം. മക്കൾ നോക്കിക്കേ, 1 2 3 4 5 6 7 8. എത്ര ബോളുകളാണുള്ളത്? 8 ബോളുകളാണുള്ളത്. അടുത്ത നോക്കിക്കേ മക്കളെ, എത്ര ചോക്ലേറ്റ് ഉണ്ട്? 1 2 3 അല്ലെ, 3 ചോക്ലേറ്റേ ഉള്ളൂ. അത് നോക്കിക്കേ മക്കളെ, പൂക്കളുടെ കൂട്ടമാണ്. എത്ര എണ്ണം ഉണ്ട് നോക്കിക്കേ? 1 2 3 4 5 6 7 പൂക്കളുടെ കൂട്ടമാണല്ലേ ഉള്ളത്. എത്രയാണ് മക്കളെ ഉള്ളത്? 7 പൂക്കളുടെ കൂട്ടമാണ് ഉള്ളത്. അപ്പൊ നമ്മൾ കണ്ടെത്തി എത്ര ബോളുകളുണ്ട്? 8 ബോളുകളുണ്ട്, 3 ചോക്ലേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ 7 പൂക്കളുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള പ്രവർത്തനം വൃത്തിയായിട്ട് നമ്മൾ ചെയ്തൂല. അതായത് ഓരോ കൂട്ടത്തിലും എത്ര എണ്ണം വീതമാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി മക്കളടുത്ത് ചോദിക്കുക, ഏറ്റവും കൂടുതൽ എണ്ണമുള്ള കൂട്ടം ഏത് എന്നതാണ് ചോദിക്കുക. മക്കൾ നോക്കിക്കേ, ഇവിടെ 8 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. ഏതാണ് ഏറ്റവും വലുത്? ഏതാണ്? 8 ഏറ്റവും വലുത്. അതായത് ബോളുകളുടെ കൂട്ടമാണ് ഏറ്റവും വലുത് അല്ലേ. അപ്പൊ മക്കൾ അവിടെ എന്ത് എഴുതണം? ബോള് എന്ന് എഴുതണം. മക്കൾക്ക് വേറെ ചിത്രങ്ങളായിരിക്കും തരേണ്ടായിരിക്കും, അപ്പൊ അതനുസരിച്ച് മാറ്റി എഴുതുക കേട്ടോ. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ കൂട്ടം ഏതാണ്? ബോളുകളുടെ കൂട്ടമാണ്. അങ്ങനെയാണ് മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇതിൽ ഏറ്റവും കുറവുള്ള കൂട്ടം ഏതാണ്? ഏറ്റവും കുറവ് എണ്ണമുള്ള കൂട്ടം ഏതാണ്? ചോക്ലേറ്റിന്റെ കൂട്ടമാണ്. ആകെ എത്രയേ ഉള്ളൂ? ആകെ 3 എണ്ണം മാത്രമേ ഉള്ളൂ. ഓക്കെ മക്കളെ, അപ്പൊ 2 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത്, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എണ്ണത്തെ, അതായത് നമ്മൾ കണ്ടുപിടിച്ച എണ്ണത്തെ ചെറുതിൽ നിന്ന് വലുതിലോട്ട് ക്രമീകരിക്കുക. അതായത് ഒന്നുമില്ല, ഏറ്റവും ചെറിയ നമ്പറിനെ നമ്മൾ ആദ്യം എഴുതുക, അത് കഴിഞ്ഞതിന് ശേഷമുള്ളതിനെ രണ്ടാമത് എഴുതുക, അത് കഴിഞ്ഞതിന് ശേഷം അതായത് കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ നമ്പറിനെ ഏറ്റവും അവസാനം എഴുതുക. നോക്കിക്കാം മക്കളെ, ഇവിടെ ആദ്യം ഏത് വരും? 3 എന്ന് വരും അല്ലേ. അത് കഴിഞ്ഞിട്ട് ഏത് വരും? 7 എന്ന് വരും. അത് കഴിഞ്ഞിട്ട് ഏത് വരും? 8 എന്ന് വരും അല്ലെ. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു? ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചു അല്ലെ, സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ക്രമപ്പെടുത്തി അല്ലെ. അപ്പൊ ഇതേ രീതിയിൽ ഇങ്ങനെ കൂട്ടങ്ങൾ തന്നിട്ട് ഓരോ എണ്ണം എഴുതാനും അവയെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്താനും കൂട്ടത്തിൽ വലിയ കൂട്ടം ഏതാണ്, ചെറിയ കൂട്ടം ഏതാണ് എന്നൊക്കെ കണ്ടെത്താനായിട്ട് മക്കൾക്ക് എന്ത് തരും? ചോദ്യങ്ങൾ തരും കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നോക്കിക്കേ, ഇവിടെ ചില കൂട്ടുകാര് കഴിച്ചിട്ടുള്ള പഴങ്ങളുടെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. നമ്മുടെ മുയൽ എന്ത് കഴിച്ചിട്ടുണ്ട്? ക്യാരറ്റ് കഴിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തത്ത കഴിച്ചിട്ടുള്ളത് എന്താണ്? പഴമാണ് കഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ അണ്ണാൻ കഴിച്ചിട്ടുള്ളത് കുറച്ച് മാമ്പഴങ്ങളാണ്. അപ്പൊ മക്കളടുത്ത് ഇതേ കണക്ക് ചിത്രങ്ങൾ തന്നിട്ട് പറയാ, ഓരോരുത്തരും കഴിച്ചിട്ടുള്ള പഴങ്ങളുടെ എണ്ണം എഴുതാനായിട്ട് പറയും. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണല്ലോ. നോക്കിക്കേ മക്കളെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടെത്താം? ഓരോ കൂട്ടുകാരും കഴിച്ചിട്ടുള്ള പഴങ്ങളുടെ എണ്ണം കണ്ടെത്തി എഴുതാം അല്ലെ. അപ്പൊ അത് എഴുതാനായിട്ട് തൊട്ടടുത്ത് ഇതുപോലെ കോളങ്ങളൊക്കെ തരൂ കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കേ, മുതൽ നമ്മൾ പറഞ്ഞു ക്യാരറ്റ് ആണ് കഴിച്ചിട്ടുള്ളത്. എത്ര എണ്ണമാണ് കഴിച്ചിട്ടുള്ളത്? 1 2 3 4 5 ക്യാരറ്റ് ആണ് കഴിച്ചിട്ടുള്ളത് അല്ലെ. എത്ര എണ്ണമാണ് കഴിച്ചിട്ടുള്ളത്? 5 എണ്ണം കഴിച്ചിട്ടുണ്ട്. അടുത്ത നമ്മുടെ തത്തമ്മയാണ് അല്ലെ. തത്ത എന്ത് കഴിച്ചെന്ന് നമ്മൾ പറഞ്ഞു? പഴമാണ് കഴിച്ചിട്ടുള്ളത്. എത്ര എണ്ണം കഴിച്ചു മക്കളെ നോക്കൂ? 1 2 3 പഴമാണ് കഴിച്ചിട്ടുള്ളത് അല്ലെ. 3 പഴമാണ് കഴിച്ചിട്ടുള്ളത്. അടുത്ത നമ്മുടെ അണ്ണാനാണ്. അണ്ണാൻ എന്താണ് കഴിച്ചിട്ടുള്ളത്? മാമ്പഴമാണ് കഴിച്ചിട്ടുള്ളത് അല്ലെ. അവൻ എത്ര മാമ്പഴം കഴിച്ചെന്ന് എണ്ണി നോക്കിക്കേ മക്കളെ. 1 2 3 4 5 മാമ്പഴം കഴിച്ചിട്ടുണ്ട് അല്ലെ. എത്ര എണ്ണം കഴിച്ചു? 5 എണ്ണം കഴിച്ചു. ഓക്കെ, അപ്പൊ നമ്മളടുത്ത് ആദ്യം പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തു. ഇനി മക്കളടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കുക, തുല്യ എണ്ണം പഴങ്ങൾ കഴിച്ചിട്ടുള്ളത് ആരെല്ലാം? എന്താണ്? തുല്യ എണ്ണം പഴങ്ങൾ കഴിച്ചിട്ടുള്ളത് ആരെല്ലാം എന്ന് ചോദിക്കാം. നോക്കിക്കേ മക്കളെ, ഇവിടെ നമ്മുടെ മുയൽ കഴിച്ചിട്ടുള്ളത് 5 എണ്ണമാണ്, തത്ത കഴിച്ചിട്ടുള്ളത് 3 എണ്ണമാണ്, അണ്ണാൻ കഴിച്ചിട്ടുള്ളത് എത്രയാണ്? 5 എണ്ണമാണ് അല്ലെ. അപ്പൊ തുല്യ എണ്ണം, ഒരേ എണ്ണം കഴിച്ചിട്ടുള്ളത് ആരൊക്കെയാണ്? നമ്മുടെ മുയലും അതുപോലെ തന്നെ അണ്ണാനുമാണ് അല്ലെ. രണ്ടുപേരും എത്ര വീതം പഴമാണ് കഴിച്ചിട്ടുള്ളത്? 5 വീതം പഴങ്ങളാണ് കഴിച്ചിട്ടുള്ളത്. അപ്പൊ മക്കള് അവരെ രണ്ടുപേരുടെ, അതായത് നിങ്ങളുടെ ചോദ്യപേപ്പറിൽ തന്നിട്ടുള്ളത് ആരൊക്കെയാണോ തുല്യ എണ്ണം കഴിച്ചത് അവരുടെ പേര് എന്ത് ചെയ്യാം മക്കള് കൃത്യമായിട്ട് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത്,
ഇതാ ഇതേ രീതിയിൽ ചിത്രങ്ങൾ തന്നിട്ട് അത് പൂർത്തീകരിച്ച് എഴുതാനായിട്ട് പറയും. നോക്കിയേ മക്കളെ, ആദ്യത്തെ ചിത്രത്തിൽ നോക്കിക്കേ, ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? രണ്ടാമത്തെ ചിത്രമായപ്പോൾ എത്ര പെട്ടികളായിട്ടുണ്ട്? 2 പെട്ടികളായിട്ടുണ്ട് അല്ലെ? മൂന്നാമത്തെ ചിത്രമായപ്പോൾ എത്ര പെട്ടികളായി? ആ 2 പെട്ടികൾ മാറിയിട്ട് അവിടെ ഒരു പെട്ടിയോട് ചേർന്നിട്ട് മൊത്തം 3 പെട്ടികളായിട്ട് മാറി അല്ലേ? എങ്കിൽ അടുത്തതിലോട്ട് വരുമ്പോൾ എത്ര പെട്ടികളായിട്ട് മാറും? അതിലോട്ട് വീണ്ടും ഒന്നുകൂടി ചേർന്നിട്ട് 4 പെട്ടികളായിട്ട് മാറും അല്ലേ? പിന്നീട് അതിൽ വീണ്ടും ഒരു പെട്ടിയോട് ചേർന്നിട്ട് 5 പെട്ടികളായിട്ട് മാറും. അപ്പൊ ഇതേ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ചിത്രം തുടർന്ന് വരുന്നത് അല്ലെ? അപ്പൊ മക്കൾ അടുത്തതായിട്ട് എത്ര പെട്ടികൾ വരയ്ക്കണം? 4 പെട്ടികൾ വരയ്ക്കണം അല്ലെ? 4 പെട്ടികൾ ഇതേ രീതിയിൽ വരയ്ക്കണം. അതിനടുത്തതോ 5 പെട്ടികൾ വരും അല്ലെ? ഇനി മറ്റൊരു ചിത്രം നോക്കിക്കേ. ആദ്യം എത്ര ബോൾ ഉണ്ട്? ഒരു ബോൾ ആണുള്ളത്. അതിനുശേഷോ 2 ബോളുകൾ ഉണ്ട്. പിന്നെയോ 1 2 3 ബോളുകൾ ഉണ്ട് അല്ലെ? പിന്നെ അതുപോലെ തന്നെ ബോളുകൾ എവിടേക്കാണ് വെക്കുന്നത്? താഴോട്ടാണ് ചേർത്ത് വെച്ച് പോകുന്നത് അല്ലെ? ഓക്കെ മക്കളെ, അപ്പൊ 3 ബോളുകൾ കഴിഞ്ഞാൽ അടുത്തത് എത്ര ബോളുകൾ വേണം? 4 ബോളുകൾ അല്ലെ? 4 ബോളുകൾ ഇതുപോലെ താഴേക്ക് വേണം മക്കള് വരച്ച് ചേർക്കാനായിട്ട്. അടുത്തത് എത്ര ബോളുകൾ വരും? 5 ബോളുകൾ വരും അല്ലെ? അപ്പം ഇതേ രീതിയിൽ ചിത്രങ്ങൾ തന്നുകൊണ്ട് അത് പൂർത്തീകരിക്കാനുള്ള ഒരു പ്രവർത്തനവും മക്കൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് മക്കൾ ആദ്യ 2 പാഠഭാഗങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാം. പിന്നെ നമുക്ക് നമ്മുടെ പരീക്ഷയ്ക്ക് കൂട്ടുകാർക്ക് അറിയാലോ, നമുക്ക് മലയാളവും അതുപോലെ തന്നെ ഗണിതവും ചേർത്തിട്ട് ഒന്നിച്ചാണ് പരീക്ഷ ഉണ്ടായിരിക്കുക. അപ്പം നമ്മൾ മലയാളത്തിലെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം മക്കൾ എന്ത് ചെയ്യുക, അതും പഠിക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് ടീച്ചർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക കേട്ടോ. ഇനി മക്കളുടെ ഇംഗ്ലീഷുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് എന്നുള്ളത് ടീച്ചർ വരും ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക മക്കൾ, ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.